ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള 2 തരം മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞ് പൈനാപ്പിളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് വെന്ത് വടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വെന്ത് വടയുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ജസ്റ്റ് ഒന്ന് വടയുന്ന പരുവമായി കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കണമെന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലെൻഡറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ടിപ്പോൾ ചെറിയ ജാറായത് കൊണ്ട് ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇത്. അപ്പോൾ ചെറിയ ജാറായത് കൊണ്ട് ഞാൻ പകുതി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വലിയ ജാറാണെങ്കിൽ പിന്നെ ഇതിൽ വേവിച്ച വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാം കൂടെ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് തിളപ്പിച്ചിട്ട് ചൂടാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വെക്കാൻ പറ്റില്ല. ഒരാഴ്ചയൊക്കെ വെക്കാം ഇങ്ങനെ ചെയ്തിട്ട്. അപ്പം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പാൽ ചേർക്കുമ്പോൾ ആ ഒരു പാൽ പിരിഞ്ഞു പോകുന്ന ഇതൊന്നും വരുന്നില്ല ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതിലോട്ട് വേണമെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള മിൽക്കും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പൈനാപ്പിൾ വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ കറുത്ത മുന്തിരി വെച്ചിട്ടുള്ള പൾപ്പ് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാനൊരു 2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കിലോ കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുക. കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള മുന്തിരിയാണ് 1/2 കിലോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കുക കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഈ ഒരു കളറായി കിട്ടും നമുക്ക് ആ ഒരു ഗ്രേപ്പിൻ്റെ. പിന്നെ അതുപോലെ ഇതിലോട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മറന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ടോട്ടലായിട്ട് 15 മിനിറ്റോളം വേവിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഒരു ബ്ലെൻഡറിലാക്കിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടാറണം ബ്ലെൻഡറിലോട്ട് ആക്കുമ്പോൾ അരച്ചെടുക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ചൂടോടെ അരച്ചെടുക്കുമ്പോൾ അത് ഫുള്ള് പുറത്തോട്ട് പോകും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും ബ്ലെൻഡറിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചൂടോടെ ഒന്നും ചേർക്കരുത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലോട്ട് ആക്കിയിട്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ അരിപ്പയിൽ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലുള്ള പൾപ്പ് കംപ്ലീറ്റ് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യാം. കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടലിലൊക്കെ ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നുമില്ല, ഇനി നമുക്കിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള പഞ്ചസാരയൊന്നും വേണ്ട. ഇതിലോട്ട് പാകത്തിന് പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരളവിൽ ഒരു പാക്കറ്റ് പാൽ ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രീസായിട്ടുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിൽക്ക് ഷേക്ക് ആക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരളവിൽ നമുക്കൊരു 4-5 ഗ്ലാസ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത് പാൽ ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ കാണിച്ച 2 ഡ്രിങ്കും പാൽ ചേർക്കാതെ പാലിന് പകരം വെള്ളം ചേർത്തിട്ട് വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പാൽ ചേർക്കുമ്പോൾ വേറൊരു രീതി. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.